Redmagic ഗെയിമിംഗ് ടാബ്ലറ്റ് എന്ന പുതിയൊരു ടാബ്ലറ്റ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് Redmagic ഗെയിമിംഗ് ടാബ്ലറ്റ് എന്ന ടാബ്ലറ്റിനെ പറ്റിയിട്ടാണ്. ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ Redmagic ഗെയിമിംഗ് ടാബ്ലറ്റിൽ 12.1 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. അപ്പം അത്യാവശ്യം വലിയൊരു ഡിസ്പ്ലേ സൈസും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അതുമാത്രമല്ല 2.5K ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പം അത്യാവശ്യം നല്ലൊരു റെസൊല്യൂഷനും വരുന്നുണ്ട്. പിന്നെ AMOLED ഡിസ്പ്ലേ ഇതിൽ കൊടുത്തിട്ടില്ല, LCD പാനലേ വരുന്നുള്ളൂ. 45,400 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ടാബ്ലറ്റ് വരുന്നത്. AMOLED ഡിസ്പ്ലേ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ. എന്നാലും ടാബ്ലറ്റുകളുടെ കാര്യത്തിൽ അത് വലിയൊരു പ്രശ്നമായിട്ട് പറയാൻ പറ്റില്ല. പിന്നെ ഈ ഒരു ടാബിൽ 144 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 240 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഡിസ്പ്ലേയിൽ 10 ബിറ്റ് ഡിസ്പ്ലേ പോലുള്ള ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട്. ടാബിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 600 നിറ്റ്സ് ആണ്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ AMOLED ഡിസ്പ്ലേ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ. എന്നാലും തരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഈ ഒരു ടാബിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. ടാബിൻ്റെ വെയിറ്റ് വരുന്നത് 613 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 6.5 mm ആണ്. പിന്നെ ഈ ടാബിൽ മാഗ്നറ്റിക് കീബോർഡും അതുപോലെ തന്നെ സ്റ്റൈലസ് പെന്നും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മെറ്റൽ യൂണി ബോഡിയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 8+ Gen 1 എന്ന പ്രോസസ്സർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറിൻ്റെ തൊട്ട് മുമ്പുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറാണ്. മികച്ച പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഈ ടാബിൽ വരേണ്ടതാണ്. പിന്നെ ഈ ടാബിൻ്റെ ബേസ് വേരിയൻറ്റിൽ തന്നെ 12 GB റാമും 256 GB ഇൻറ്റേർണലും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 16 GB റാമും 512 GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. LPDDR5 റാമും UFS 3.1 സ്റ്റോറേജ് ടൈപ്പൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഐസ്മാജിക് കൂളിംഗ് സിസ്റ്റം ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ടാബ് പെട്ടെന്ന് ഹീറ്റാതിരിക്കാൻ വേണ്ടിയിട്ട്. ക്വാഡ് സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഇതിൽ വരുന്നുണ്ട്. DTS ഓഡിയോ സൗണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Android 13 ബേസ് ആയിട്ടുള്ള Redmagic സോഫ്റ്റ്വെയർ ആണ് ഇതിൽ വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ടാബിൻ്റെ പിന്നിൽ സിംഗിൾ ക്യാമറ ആണ് കൊടുത്തിരിക്കുന്നത്. ടാബിൻ്റെ പിന്നിൽ 13 MP സെൻസർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ 16 MP സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. ബാറ്ററിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 10,000 mAh ബാറ്ററി വരുന്നുണ്ട്. പിന്നെ 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്, പ്രത്യേകിച്ച് ടാബ്ലറ്റുകളുടെ കാര്യത്തിൽ. പിന്നെ Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഈ ഒരു ടാബ്ലറ്റ് ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. ഇപ്പോൾ ചൈനീസ് മാർക്കറ്റിലാണ് ഈ ടാബ്ലറ്റ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ചൈനീസ് മാർക്കറ്റിൽ ഈ ടാബ്ലറ്റ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് 3,999 യുവാൻ എന്ന പ്രൈസിങ്ങിലാണ്. അതായത് 45,400 രൂപ പ്രൈസ് റേഞ്ചിൽ. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സ് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ല ഫീച്ചേഴ്സ് ആണ് എന്ന് തന്നെ പറയേണ്ടി വരും. നല്ലൊരു പ്രോസസ്സറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ ടാബ്ലറ്റുകളുടെ കാര്യം വെച്ച് നോക്കുമ്പോൾ തിരക്കേടില്ലാത്ത ക്യാമറ സ്പെസിഫിക്കേഷനും വരുന്നുണ്ട്. പിന്നെ നല്ലൊരു ബാറ്ററി സെറ്റപ്പും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഡിസ്പ്ലേ ഫീച്ചേഴ്സും തിരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സൊക്കെ തന്നെയാണ്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ലൊരു ടാബ്ലറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും ഇതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. ഇനി ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുമോ എന്ന് വെച്ചാൽ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയാൻ കഴിഞ്ഞിട്ടില്ല. Redmagic സീരീസിൽ വരുന്ന ചില ഗെയിമിംഗ് ഫോണുകൾ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ Redmagic സീരീസിൽ വരുന്ന ടാബ്ലറ്റും ചിലപ്പം ലോഞ്ച് ചെയ്തേക്കാം. കൺഫർമേഷൻസ് ഒന്നുമില്ല. അതിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊക്കെ വരുമ്പോൾ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വില കുറച്ചും കൂടി കൂടാൻ ചാൻസ് ഉണ്ട്. ചിലപ്പം ഒരു 50,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് എത്തിയേക്കാം. കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും Redmagic ഗെയിമിംഗ് ടാബ്ലറ്റ് എന്ന പുതിയൊരു ടാബ്ലറ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ടാബിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.